ഒരു പണിയില്ലാതെ ബോറടിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടാക്കാനൊരു ആഗ്രഹം വന്നത്. നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ? അതായത് ഒരു പണിയില്ലാതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ പോകും, എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അത് ഉച്ചയ്ക്കത്തെ ചോറുകൊണ്ട് തിന്നാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത് ബ്രിഞ്ചാളാണ്. അപ്പോൾ ഞാനത് വട്ടത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് മാത്രം പൊടികൾ ചേർത്തോളാം കേട്ടോ. ഞാൻ മുമ്പ് യൂട്യൂബ് വീഡിയോ കണ്ടു വരുന്നിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ആ ബ്രിഞ്ചാളിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നും കേട്ടോ. പക്ഷെ വളരെ കുറച്ചായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും തന്നെ മതിയാകും. ഇത്രയും വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ വിതറി കൊടുത്തിട്ട്, അതായത് നിരത്തി ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ട് വിതറി കൊടുത്ത് നമ്മളടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇത് പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, കരിഞ്ഞ് പോകത്തില്ല. ആ കത്തിരിക്കയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ കത്തിരിക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനും എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ, ഒരു 2 സ്പൂൺ എണ്ണ മാത്രമേ ഒഴിക്കാറുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. നന്നായി ടേസ്റ്റ് വരാനായിട്ട് ഞാൻ ഒരു ഐഡിയ ചെയ്യാറുണ്ട്. അതായത് ഈ എണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ട് അപ്പം തന്നെ ഇതെന്ത് ചെയ്യുക, ഒന്ന് മറിച്ചും കൂടി കൊടുക്കാം. ഇങ്ങനെ എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിടത്തും എന്ത് ചെയ്യും, എണ്ണ കിട്ടുകയും ചെയ്യും. കുറച്ച് എണ്ണയിൽ നല്ല ടേസ്റ്റ് നമുക്ക് മൊരിയിച്ചെടുക്കാൻ പറ്റും. ഞാനെല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ, നമ്മൾ ഒരുപാട് മൊരിക്കൊന്നും വേണ്ട, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ലോ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് അപ്പുറത്ത് മറിച്ചൊരു 10 മിനിറ്റൊക്കെ മതിയാകും. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് തൈരിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തൈര് ഇതിനിടുന്നതും രണ്ടും ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മളിത് വെച്ചിട്ട് കുറച്ച് തൈരുമായിട്ട് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും.